ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഒരു ജനാസ നിസ്കാരവും പ്രതീക്ഷിച്ച് ബഗ്ദാദിലെ വലിയ പള്ളിയുടെ പരിസരത്ത് ഞാൻ ചെന്നു നിന്നു. ഷൗനീസിയ പള്ളിയുടെ പരിസരത്ത് അവിടെ ചെന്നു നിന്നപ്പോ ഒരു യാചകനെ ഞാൻ കണ്ടു. അയാൾ പലരിൽ നിന്നും ഇങ്ങനെ കൈനീട്ടി യാചിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, അയാളെ കണ്ടപ്പോ എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു. നമ്മളെ മനസ്സിലൊക്കെ വരുമോ നോക്കിയിട്ടോ. എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു. എന്ത്? ഇയാൾക്ക് എന്താ ഒന്ന് ജോലി എടുത്ത് അധ്വാനിച്ച് ജോലി എടുത്തൊന്ന് ജീവിച്ചു. ഇങ്ങനെ ആൾക്കാരോട് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ 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 കൈ നീട്ടി പറഞ്ഞിട്ടില്ല, മനസ്സിലങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നതാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ രാത്രിയൊക്കെ കുറെ നേരം ഇബാദത്ത് എടുക്കുന്ന മഹാനാണ്. അർദ്ധരാത്രിക്ക് ശേഷം മഹാനവറുകൾ പതിവായ ഇബാദത്തിന് വേണ്ടി എഴുന്നേറ്റു, ഉളു എടുത്തു, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. ഉറക്കം വരും. ഖൽബിന് ഉണർവില്ലെങ്കിൽ പിന്നെ ഉറക്കം വരും. ഖൽബിന് ഉണർവുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരൂല. ഉറക്കം വരും. ഖിയാമിൽ ഫാത്തിഹ ഓതാതെ നിന്നിട്ട് ഉറക്കം വരിക, റുക്കൂയിലേക്ക് പോയിട്ട് ഉറക്കം വരിക, അത്തഹിയാത്തിൽ ഇരുന്നിട്ട് എങ്ങനെ ആയിട്ട് ഉറക്കം വരുന്നു. ഉറക്കുന്നു മാറുന്നില്ല. പിന്നെയും മഹാനവറുകൾ ഉളു എടുത്ത് മുഖക്കൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി പിന്നെയും വന്ന് നിസ്കരിക്കാൻ നിന്നു. ഉറക്കം വരുന്നേ. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഉറക്കം വരില്ല. പതിവായിട്ട് ഇങ്ങനെ ഒന്ന് നിസ്കരിക്കുന്നതല്ലേ, ഉറക്കും വിഷമങ്ങളൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ. ഉറക്ക് വന്ന് ഒരു ഭാഗത്തേക്ക് മഹാനവറുകൾ അങ്ങ് ചാഞ്ഞു വീണു. ആ വീഴ്ചയില്ലതാ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കാണുന്നു തന്റെ മശായിഖുമാർ, തന്റെ വലിയ വലിയ ഗുരുനാഥന്മാർ അവര് വരിയായി വന്നു നിന്നുകൊണ്ട് മുന്നിലേക്ക് ഒരാളെ ഉന്തി മുന്നിലേക്കാക്കിയിട്ട് തരുന്നു. മുന്നിലേക്ക് നിർത്തി തരുന്ന ആളെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഞാൻ നോക്കുമ്പോ ആരാന്നറിയോ? പകല് സമയത്ത് ഷൗനീസിയ പള്ളിയുടെ മുറ്റത്ത് യാചന നടത്തുന്നൊരു യാചകനെ കണ്ടില്ലേ? അദ്ദേഹത്തെയാണ് ഇവര് മുന്നിലേക്ക് ഇങ്ങനെ നിർത്തി തരുന്നത്. എന്നോട് പറഞ്ഞു, കുല്ലഹ്മഹു, ഇയാളെ മാംസം നിങ്ങൾ തിന്നോളൂ, ഇറച്ചി ഭക്ഷിച്ചോളൂ. ഫഖദ് ഇഗ്തബ്തഹു, കുറ്റം പറഞ്ഞില്ലേ, ഗീബത്ത് പറഞ്ഞില്ലേ? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെറിയ രൂപത്തിലൊന്ന് ധരിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെ തിന്നോളൂ നിങ്ങളെ ഇറച്ചി, ഇയാളെ ഇറച്ചി വേണ്ടത്ര തിന്നോളൂ എന്ന് പറഞ്ഞയാളെ എന്റെ മുന്നിലേക്ക് അങ്ങനെ ഉന്തി തള്ളി നീക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഇരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. നാട്ടിൽ അദ്ദേഹം സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞെട്ടി ഉണർന്നു ഞാൻ രാത്രി തന്നെ വീട് വിട്ടിറങ്ങി. ഞാൻ ഓടിപ്പോയി, അദ്ദേഹം ഇരിക്കുന്നൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ ഭാഗത്ത് ഒരു വെള്ളച്ചാല് ഒഴുകുന്ന ഒരു സ്ഥലത്തിനുണ്ട് സമീപത്ത് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കയ്യിലൊരു തസ്ബീഹ് മാലയും പിടിച്ച് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്നെ കണ്ടപാടെ ആ മനുഷ്യൻ ചോദിക്കുന്നു, തഊദു യാ അബുൽ ഖാസിം, അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ഇനി ആവർത്തിക്കുമോ? ഇത്തരത്തിലുള്ള ചിന്തയുണ്ടാകുമോ? ഞാൻ പറഞ്ഞു, ഇനി മേലാലുണ്ടാകൂല. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, ഈ വിഷയത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. അദ്ദേഹം എനിക്ക് മാപ്പ് നൽകി പൊരുത്തപ്പെട്ടു തന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നിസ്കാരത്തിലും ഔറാദിലുമായി കഴിഞ്ഞുകൂടി. എൻ്റെ നിസ്കാരത്തിന്റെ ഭംഗി എനിക്ക് തിരിച്ചു കിട്ടി. സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഔറാദിൽ മുഴുകി. പിന്നെ ആരെ കണ്ടാലും ഇവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും എൻ്റെ മനസ്സുകൊണ്ട് പറ്റാത്ത ഒരു ചിന്ത ഒരിക്കലും ചിന്തിക്കാറില്ല.